അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിറുസത്വ ചങ്ങായിമാർ, ശ്രേഷ്ഠമായ വലിയ മഹത്വമുള്ള വലിയ പ്രതിഫല കിട്ടുകണിക്കത്തെ പരിശുദ്ധമായ അറഫ നാളായിട്ട് ഇവിടെ വന്നോട്ടുള്ളൂ. റായത്തുള്ള ഞങ്ങൾക്ക് എപ്പായിട്ട് ഇവിടെ അറഫ നാള്. ഈ അറഫ നാള് പ്രധാനമായിട്ടും ഞങ്ങൾ ആക്കുണായ കാര്യങ്ങൾ എന്തെല്ലാമായിട്ട് ഇവിടെ അറഫ നോമ്പുടെ നീയത്ത് എങ്ങനെ വയ്ക്കണോ, അണ്ട് മെൻസസ് ആയിട്ടുള്ള എനിക്കത്തെ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണായ കാര്യങ്ങൾ എന്തെല്ലാമായിട്ട് ഇവിടെ എല്ലാ വിഷയമായിട്ട് ഇവിടെ ഇൻ്റെ നാദികളൊട്ടിക ചൊല്ലത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ദുൽഹജ്ജ തിങ്കൾ മഹത്വ, ദുൽഹിജ്ജ തിങ്കളിലെ ഫസ്റ്റിലെ 10 നാളാക്കുണായ കാര്യങ്ങൾ ഞങ്ങൾ ചൊന്ന. ഇനി പണ്ടത് പരിശുദ്ധമായ ശ്രേഷ്ഠമായിട്ടുള്ള അറഫ നാളായിട്ട് ഇവിടെ പടച്ചറബിടെ പ്രത്യേകമായിട്ടുള്ള റഹ്മത്തും വറക്കത്തും ഇറങ്ങണത്തെ പരിശുദ്ധമായ അറഫ നാള്. ഇത് പടച്ചറബ് ഞങ്ങൾക്ക് തന്നെ ഗണിക്കത്തെ നല്ലൊരു ചാൻസ് ആയിട്ട് ഇവിടെ ഞങ്ങൾ നല്ലാകും. ഞങ്ങൾ ലൈഫിൽ വന്നുപോയ ഗണിക്കത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ചൊമ്മ നല്ല കാര്യങ്ങളായിട്ട് ചൊമ്മ നല്ല കാര്യങ്ങൾ ആക്കിയിട്ട് വലിയ പ്രതിഫലം നേടുകയുള്ള ഗണിക്കത്തെ ഗോൾഡൻ ചാൻസ് ആയിട്ട്. അതുകൊണ്ട് ഈ അറഫ നാള് നിങ്ങൾ മിസ്സാക്കോ തീറ. നല്ലോണം ശ്രദ്ധിച്ച് നിങ്ങൾ ഇബാദത്ത് എടുക്കണോ. പണ്ട് ഒരു വർഷത്തിൽ അറഫ നാൾ ഉള്ളമാ ഇല്ലേന്ന് ചൊല്ലി എനിക്കത്തെ യാതൊരു ഉറപ്പും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കുക. റായത്തുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2026 ഈ വർഷത്തെ അറഫ നാള് നാളക്കൽ പതനാസായിട്ടിക്കടെ ബാലാസായിട്ടിക്കടെ വലിയ പെരുന്നാൾ പതനാസായിട്ടിക്കടെ ദുൽഹിജ്ജ ഒലിയുമ്പോൾ അറഫ നാള് നല്ലോണം ഇബാദത്ത് എടുക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. ഇപ്പമേ ഞങ്ങൾ റെഡിയായിട്ട് നല്ലൊരു നെയ്യത്താക്കിയിട്ട് നാളക്കൽ അറഫ നാള് നക്ക് നല്ലോണം അതിൽ യൂസ് ആക്കണം ചൊല്ലി എനിക്കത്തെ ഒരു നിർദ്ധാരം ഞങ്ങൾ ആക്കിടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹു തൻ്റെ എനിക്കത്തെ വലിയൊരു തൗഫീക്കായിട്ടിക്കടെ. അത് ഈ ഒരു അറഫ നാള് ഓരോരുത്തരും അറിഞ്ഞിട്ടിക്കണായ എനിക്കത്തെ ഒരു 10 വിഷയങ്ങളായിട്ടിക്കടെ ഇനി നിങ്ങൾ ഒട്ടിಗೆ ചൊല്ലത്. ഇത് ചൊല്ലിക്ക് മുന്നലായിട്ട് നിങ്ങളൊരു വിഷയം ചൊല്ലുകൊള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ നിങ്ങൾ ഉംറ ബാച്ച് തുടങ്ങേണ്ടത് നാളക്കൽ ജൂൺ 28 താരീഖായിട്ടിക്കടെ. എല്ലാ തിങ്കളും നിങ്ങൾ ഉംറ ബാച്ച് ഉണ്ട്. ഞങ്ങളൊരു ഉംറ യാത്ര എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്ക മദീനത്തുൽ എനിക്കത്തെ എല്ലാ പ്ലേസ് പോയിട്ട്, പ്രത്യേകിച്ചും മദീനത്തിലൊരു 30 പ്ലേസുകൾ എക്സ്ട്രാ വിളിച്ച് പോയിട്ട് എല്ലാ ജാഗയുടെ ചരിത്രം ചൊന്നിട്ടുള്ള എനിക്കത്തെ ഒരു യാത്രയായിട്ട് ഇവിടെ പോയാൽ പിന്നെ ഒരു എക്സ്ട്രാ പൈസ എടുക്കണേ യാതൊരു വിഷയവും ഞങ്ങളില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും ഞങ്ങളൊട്ടിക്ക് വണ്ടാണ്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ നിങ്ങൾ കോൺടാക്ട് ആവും. പഠിച്ചറപ്പ് ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും മദീന സിയാറത്തൊക്കെ പഠിച്ചും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതായിട്ട് നിങ്ങൾ അറിയണായത് ഈ അറഫ നാൾക്ക് അറഫാൻ ചൊല്ലി എനിക്കത്തെ ആ ഒരു പേര് പിറകില്ല കാണാം. ഈ അറഫാൻ ചൊന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥ ഗൊന്തായിത്തുണ്ടായിട്ടിക്കടെ. ഞങ്ങൾ എല്ലാവരും ബാപ്പായിട്ടിക്കടെ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഉമ്മ ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹ, ആ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിക്ക് ഇരിഞ്ഞു പണ്ടത് സിലോൻ ചൊല്ലി എനിക്കത്തെ ശ്രീലങ്കത്തിലുള്ള എനിക്കത്തെ ഒരു ഗുഡ്ഡയുടെ മേലായിട്ടിക്കടെ. ഞങ്ങൾ ഉമ്മ ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹ ഇറങ്ങി പണ്ടത് ജിദ്ദത്തിലായിട്ടിക്കടെ. ഇങ്ങ പരസ്പരം കണ്ടുമുട്ടിയത്, ഇങ്ങ പരസ്പരം ഗുർത്തായത് ഗൊന്തായത് ഈ അറഫാൻ ചൊല്ലി എനിക്കത്തെ ഈ ഒരു ഭൂമിയിലായിട്ടിക്കടെ. അതുകൊണ്ടായിട്ടിക്കടെ അറഫാൻ ചൊല്ലി എനിക്കത്തെ ഒരു പേര് പറക്കാണ്. അതേപോലെ മഹാനായിട്ടുള്ള ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജിലെ മനാസിക് എങ്ങനെ ഹജ്ജാക്കും ചൊന്നിട്ട് അതിലെല്ലാം പഠിപ്പാടിയിട്ട് ലാസ്റ്റ് കേക്കടെ ഹൽ അറഫ്ത നിൻ ഗുന്തായിത്ത. അപ്പോൾ ചൊല്ലിട്ട് മഹാനായിട്ടുള്ള ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറഫ്തു ന ഗുന്തായിത്ത. അതുകൊണ്ടായിട്ടിക്കടെ അറഫാൻ ചൊല്ലി എനിക്കത്തെ പേര് പറകില്ലേക്കാണ്. ഇത് മാത്രമല്ല വേറെയും കുറേ കാണങ്ങായിട്ടിക്കടെ ഇത് കൊല്ലത്. രണ്ടാമതായിട്ട് നിങ്ങൾ അറിയണ സാധാരണ കേക്കടെ എനിക്കത്തൊരു ഡൗട്ടായിട്ടിക്കടെ ഈ മക്കത്തുള്ള എനിക്കത്തെ ഹാജിമാർ അങ്ങ് അറഫൽ ദക്കിര അണ്ടല്ലേ റായത്തുള്ള ഞങ്ങൾക്കും അറഫാവണായ അണ്ടല്ലേ നിങ്ങൾ അറഫ നോമ്പിടിക്കണായിട്ട് സാധാരണ കേക്കടെ എനിക്കത്തൊരു ഡൗട്ടായിട്ടിക്കടെ. ഒരു കാര്യം നിങ്ങൾ അർത്ഥാക്കണോ, മക്കത്തുള്ള എനിക്കത്തെ ആൾമാർ നോക്കിയിട്ടല്ല ഞങ്ങളെ അറഫ ഞങ്ങൾ തീരുമാനിക്കും. പിന്നമ്മ ഞങ്ങളെ ദുൽഹിജ്ജത്തെ ആ തിങ്ങല്ലേ ആ ഒരു ദുൽഹിജ്ജ ഒലിമ്പോ എപ്പായിട്ടിക്കടെ അണ്ടായിട്ടിക്കടെ ഞങ്ങളെ അറഫ നാള് ചൊല്ലത്. ഇപ്പം നിസ്കാരത്തെ ആ ഒരു ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പോൾ ഗൾഫ് രാഷ്ട്രത്തിൽ എത്രമാ വ്യത്യാസം ഇല്ലേ. മാത്രമല്ല ഇപ്പം ഞങ്ങളിപ്പോൾ റായത്തിലെടുത്ത് നോക്കിയാണെന്നുണ്ടെങ്കിലും മക്കത്തിലെടുത്ത് നോക്കിയാണെന്നുണ്ടെങ്കിലും അമേരിക്ക നോക്കി അവിടെ ജാവാമത്തുകോ ഇവിടെ പോലാവും അങ്ങനെ വ്യത്യാസം അങ്ങനെ ഒട്ടിക്കാക്കുക സാധ്യമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാടി തന്നത്. നിങ്ങൾ ദുൽഹിജ്ജ തിങ്ങൾ ആ ദുൽഹിജ്ജ ഒലിമ്പോ എപ്പായിട്ടിക്കടെ അണ്ടായിട്ടിക്കടെ നിങ്ങൾ അറഫ അണ്ടായിട്ടിക്ക് നിങ്ങൾ അറഫ നോമ്പിടിക്കണായിട്ട് പരിശുദ്ധമായ ഇസ്ലാം ഇമാമിങ്ങ ഞങ്ങൾക്ക് പഠിപ്പാടി തന്നെ എനിക്കത്തൊരു വിഷയമായിട്ടിക്കടെ. മൂന്നാമത്തൊരു വിഷയം ചൊല്ലത് അറഫ നാളും ചൊല്ലത് അഫ്ദലുൽ അയ്യാം, നാളുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാള് അത് പരിശുദ്ധമായ അറഫ നാളായിട്ടിക്കടെ. സാധാരണ ഞങ്ങൾക്ക് ഒന്നുള്ളതായിട്ടിക്കടെ ജാവുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജാവ് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, അത് പരിശുദ്ധമായ ആ ലൈലത്തുൽ ഖദ്രി ജാവുകായിട്ടിക്കടെ. പൗല കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പൗല്, ഏറ്റവും പവറുള്ള ഏറ്റവും പ്രതിഫലം കിട്ടിയ എനിക്കത്തെ പൗല് ഏതെന്ന് കേട്ടെങ്കിൽ പരിശുദ്ധമായ അറഫ നാളിലെ ആ പൗലായിട്ടിക്കടെ.
അണ്ടത്തെ നാല് പടച്ചിറബ് അതാ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും, എല്ലാ മലായിക്കത്തുൽ കിറാം ഭൂമി കിഴിഞ്ഞ് വരും. എന്നിട്ട് പടച്ചിറബ് ഈ ഒരു മലായിക്കത്തുൽ കിറാമിടെ ഇന്നി ഉഷ്ഹിദുക്കും ദാ നിങ്ങളെ സാക്ഷി നിപ്പാട്ടിട്ട് നാ ചൊന്നോണ്ടില്ല അന്നീ ഖദ് ഗഫർതു ലഹും ഇണ്ടത്തെ നാൾ അങ്കെല്ലാവരും ഞാൻ പുറത്തു കൊടുത്തായിട്ട് ആ മലായിക്കത്തുൽ കിറാമിടെ സാക്ഷി നിപ്പാട്ടിട്ട് പടച്ചിറബ് ചൊല്ലുണ്ടായിട്ടിക്കടെ. പടച്ചോണ്ട് പ്രത്യേകമായിട്ടുള്ള റഹ്മത്തും ബറക്കത്തും ഇറങ്ങുണ്ടായിട്ടിക്കടെ. എവിടുത്തോളം ചൊന്നെങ്കിൽ ഈ പടച്ചിറബ് പടപ്പങ്ങ് പുറത്തു കൊടുത്തത് കാണുമ്പോഴത്തേക്കോ അവൻ്റെ റഹ്മത്തും ബറക്കത്തും ഇങ്ങനെ ഇറങ്ങണ കാണുമ്പോൾ അവൻ നരകത്തിൽ നിന്ന് ആൾമാരിങ്ങനെ മോചിപ്പിക്കരുത് കാണുമ്പോൾ ഇത് സഹിക്കുകയാവില്ല. ലാനത്താകപ്പെട്ട ഇബ്ലീസിಗೆ അവനതാ പൊട്ടി പൊട്ടി ഉൾപ്പെടും ഉണ്ടായിട്ടിക്കടെ. പടച്ചിറബടെ ഈ അനുഗ്രഹമെല്ലാം കണ്ടിട്ട് അപ്പോൾ അത്ര നാളും ശ്രേഷ്ഠമായിട്ടുള്ള അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു നാളായിട്ടിക്കടെ പരിശുദ്ധമായ അറഫ നാൾ ചൊല്ലത്. നാലാമത്തെ വിഷയം അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാൾ ഖലീഫയായിട്ടുള്ള എനിക്കത്തെ ആ ഒരു ടൈമിൽ ഒരു യഹൂദിയായ മനുഷ്യ പണ്ട് വന്ന് ചൊല്ലു നിങ്ങളെ ആ ഒരു വർഷത്തിൽ ആ ഒരു അറഫ നാൾ ഞങ്ങൾക്ക് വന്നിട്ട് ഇന്നേനെ കണ്ടെങ്കിൽ അണ്ട് ഞങ്ങൾ നല്ലോണം അണ്ട് ആഘോഷിക്കാത്ത സെലിബ്രേഷൻ ആക്കാത്ത അപ്പോൾ കേൾക്കടെ എന്തുകൊണ്ടായിട്ടിക്കടെ കാണണ്ടേ അണ്ടത്തെ നാളിലായിട്ടിക്കടെ അതാ നിങ്ങളെ ദീന് പടച്ചിറപ്പ് പൂർത്തിയാക്കി തന്നത് അല്ലേ. അള്ളാഹുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അറഫത്തിലിക്കുമായിട്ടിക്കടെ അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇണ്ടത്തെ നാൾ പരിശുദ്ധമായ ദീന് ഇസ്ലാം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നാൻ എനിക്കത്തെ ആ ഒരു ആയത്ത് ഇറങ്ങിയത് ഈ പരിശുദ്ധമായ ആ ദുൽഹിജ്ജ ഒലിയുമ്പോൾ അറഫ നാളിലായിട്ടിക്കടെ. അപ്പോൾ ഈ യഹൂദിയായ മനുഷ്യ ചൊല്ലുമ്പോഴത്തേക്കോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലോ ആ നക്കത് ഒന്നുണ്ടോ അണ്ടത്തെ നാല് പരിശുദ്ധമായ ഇസ്ലാം പൂർത്തിയായ എനിക്കത്തെ ഒരു നാളും കൂടിയായിട്ടിക്കടെ. അഞ്ചാമത്തത് ഖൈറു ദുആഇ യൗമി അറഫ. ഞങ്ങൾ ആക്കിട ദുആൽ ഏറ്റവും ഖൈറായത് അല്ലെ ഞങ്ങൾ ഏറ്റവും വലിയ ആയുധ അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഒരു മുഅ്മിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്തിനായിട്ടെങ്കിൽ അത് ദുആ ആയിട്ടിക്കടെ, പ്രാർത്ഥനയായിട്ടിക്കടെ. അത് ഏറ്റവും ഖൈറായ ദുആഉ യൗമി അറഫ. അറഫ നാൾ ആക്കിട എനിക്കത് ദുആ ആയിട്ടിക്കടെ. അണ്ടത്തെ ദുആക്ക് ഇജാബത്ത് ഉറപ്പായിട്ടിക്കടെ. അണ്ടത്ത് ഒരാൾ ദുആക്ക് ഇജാബത്തുണ്ടാ ഇല്ലേട്ട് ആ ഡൗട്ട് പിടിക്കോ സമയത്ത് തീരാട്ടായിട്ടിക്കടെ. അത്രമാത്രം ശ്രേഷ്ഠതയായിട്ടിക്കടെ ദുആക്കുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ചും അണ്ടത്തെ നാല് ധാരാളമായിട്ട് ഇപ്പം നിങ്ങൾ ഹാജിമാർ അങ്ങെല്ലാം അറഫത്തിൽ ദുആ എടുക്കിടാർ, നല്ലോണം ഇബാദത്ത് എടുക്കിടാർ. ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് നല്ലോണം എന്താക്കണോ ദുആ എടുക്കണോ. ഞങ്ങൾ ദുആക്ക് ഇജാബത്തുണ്ട്. ഞങ്ങൾ മാത്രമല്ല ലോക മുസ്ലിമീങ്ങനായിട്ട് നിങ്ങൾ ദുആ എടുക്കണോ. ഫലസ്തീനിലെ മുസ്ലിമീങ്ങനായിട്ടുള്ള ദുആ എടുക്കണോ. അതേപോലെ ഗൾഫ് രാഷ്ട്രത്തിൽ എത്രയോ പ്രവാസിങ്ങ ഈ യുദ്ധ കാണ ബേജാറിൽ സ്വറയില്ല, ബിസിനസ് ഇല്ല, ഇങ്ങനെ വല്ലാത്ത ദുഃഖത്തിലുള്ള എനിക്കത്തെ എത്രയുമാ ആൾമാരെ സ്വറ സമയത്ത് പോയിട്ടുള്ള എനിക്കത്തെ ഒരു ബേജാറായിട്ടുള്ള ടൈമിലായിട്ട് ഇവിടെ ഞങ്ങൾ ഉള്ളത്. ഈ സമയത്തിൽ ഞങ്ങളെ എതിർലുള്ള എനിക്കത്തെ ഏറ്റവും വലിയ ആയുധം ചൊല്ലത് ദുആ മാത്രമായിട്ട് ഇവിടെ. അപ്പോൾ നല്ലോണം അങ്കും ഞങ്ങൾക്ക് പേനായിട്ട് പ്രത്യേകിച്ചും ഞങ്ങളുടെ കുടുംബത്തിന് പേനായിട്ടും നിങ്ങൾ എല്ലാവരും ദ്വാർക്കുകൊണ്ട് ഈ സമയത്തിൽ നിന്നാണ് വസീയത്താക്കിക്കൊണ്ടുള്ള. അപ്പോൾ ധാരാളമായിട്ട് ദ്വാർക്കുക. ആറാമത്തത് അണ്ടത്തെ നാലിലെ നോമ്പുക വലിയ പവറായിട്ട് ഇവിടെ ഉള്ളത്. ആറാമത്തത് ഈ പരിശുദ്ധമായ അറഫ നാല് ഞങ്ങൾ എല്ലാവരും ആക്കിട്ടേ പേനായ എനിക്കെത്തൊരു കാര്യമായിട്ട് ഇവിടെ അണ്ടത്തെ നാലിലെ ആ ഒരു നോമ്പ് ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പായിട്ട് ഇവിടെ. വർഷത്തിൽ കുറേ നോമ്പ് ഇന്നേന് കണ്ടെങ്കിലും അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതിന് കേട്ടെങ്കിൽ പരിശുദ്ധമായ അറഫ നാല് ഞങ്ങൾ പിടിക്കുന്ന എനിക്കെത്ത നോമ്പായിട്ട് ഇവിടെ. യുകഫിറു സനതൽ മാദിയ വൽ ബാക്കിയ. നിന്റെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങൾ മാത്രമല്ല പണ്ട് ഒരു വർഷത്തെ ദോഷങ്ങളും പടച്ചറബ് പൊറുക്കിടാണ്ടായിട്ട് ഇവിടെ. പണ്ട് ഒരു വർഷത്തെ ആ ദോഷങ്ങൾ പടച്ചറബ് പൊറുക്കിടാൻ ചൊല്ലുമ്പോഴത്തേക്കോ അതിനെ ഒരു തെളിവായിട്ട് മഹാന്മാർ ചൊല്ലാർ അത് പണ്ട് ഒരു വർഷത്തെ ആയുസ് കൂടി പടച്ചറബ് നിക്ക് ഇട്ട് തണ്ടാണ്ടായിട്ട് അതിൻ്റെ സൂചന. അപ്പോൾ അണ്ടത്തെ നാലുക വലിയ പവറായിട്ട് അണ്ടത്തെ നോമ്പ് കൊല്ലത്. അപ്പോൾ ആ ഒരു നോമ്പ് എത്ര ഞങ്ങൾ എല്ലാവരും പിടിക്കുക. നോമ്പിടിക്കുമ്പോൾ ആ നോമ്പിടിക്കുക മാത്രമല്ല അണ്ട് അത്താല തിന്നനായ സുന്നത്ത്, അതേപോലെ നോമ്പ് തുറക്കുമ്പോഴത്തേക്കും ആ തുറക്കിട സമയത്തുള്ള ദ്വാ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ആ ഒരു നല്ല രൂപത്തിൽ എന്താക്കുക അണ്ടത്തെ നാല് നോമ്പിടിക്കുക. അതേപോലെ ദുൽഹിജ്ജ 8 ചവ്വാസ് 2 യൗമു തർവിയാൻ ചൊല്ല അണ്ടത്തെ നാലും നോമ്പിടിക്കൽ പ്രത്യേകമായിട്ടുള്ള സുന്നത്തായിട്ടിക്കടെ. അപ്പോൾ ഈ നോമ്പ് അറഫ നാളിൽ പ്രത്യേകിച്ചും അറഫ നോല നോമ്പ് ഞങ്ങൾ മിസ്സാക്കുകയെ തീറ. ഏഴാമത്തത് അറഫ നോമ്പ് എങ്ങനെയായിട്ടിക്കടെ ഞങ്ങൾ നെയ്യത്ത് വെക്കണായ അറഫ നാല് സുന്നത്ത് നോമ്പ് അള്ളാഹു ബേനായിട്ട് നാ പിടിക്കണായിട്ട് മനസ്സിൽ കരുത. മാത്രമല്ല ബാലാസായിട്ടിക്കടെ. ബാലാസ് ഏതായിട്ടും നോമ്പിടിക്കും സുന്നത്തായ ഒരു നാളും കൂടിയായിട്ടിക്കടെ. അപ്പോൾ ബാലാസിലെ സുന്നത്ത് നോമ്പും അറഫ നാല് സുന്നത്ത് നോമ്പും ഇത് രണ്ടും
രണ്ടും ഒട്ടിക എന്താക്കുക, നെയ്യത്ത് വെച്ചിട്ട് അണ്ടത്തെ നാളിൽ നോമ്പ് പിടിക്കുക. അതേപോലെ ഇനി 8 പിടിക്കണമെന്നുണ്ടെങ്കിൽ അത് ദുൽഹിജ്ജ 8 സുന്നത്ത് നോമ്പ് അള്ളാഹുബേനായിട്ട് നാ പിടിക്കണായിട്ട് അങ്ങനെയായിട്ട് നെയ്യത്ത് വെക്കണായത്. ഒലിമാമത്തത് അറഫ നാല് ദുൽഹിജ്ജ ഒലി പണ്ടത്തെ ആ ഒരു സുബൈ നിസ്കാരത്തിൽ പിന്നെ ഓരോ നിസ്കാരത്തിൽ പിന്നെ തക്ബീർ 6 ചൊല്ലൽ പ്രത്യേകമായിട്ടുള്ള സുന്നത്തായിട്ട് എവിടത്തോളം എന്നെങ്കിൽ അയ്യാമത്തെ ശരീക്ക് ലാസ്റിൻ്റെ ആ മഗ്രിബ് തോല ഈ ഒരു തക്ബീർ ഓരോ നിസ്കാരത്തിൽ പിന്നെ ചൊല്ലൽ പ്രത്യേകമായിട്ടുള്ള സുന്നത്തായിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെ തക്ബീർ ഓരോ നിസ്കാരത്തിൽ പിന്നെയും തക്ബീർ 6 ചൊല്ലൽ പ്രത്യേകമായിട്ടുള്ള സുന്നത്തായിട്ട് 10ാമത്തത് അണ്ടത്തെ നാള് ഞങ്ങൾ ചൊല്ലുനായകനിക്കത്തെ ദിക്റങ്ങ. ഒന്നാമതായിട്ട് ഇസ്തിഗ്ഫാറായിട്ട് ധാരാളമായിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലണം. ഈ ഇസ്തിഗ്ഫാർ ദോഷങ്ങൾ പൊറുക്കപ്പെടുക മാത്രമല്ല ഞങ്ങളെ എല്ലാ ബേജാറും വലിയ പരിഹാരമായിട്ട് ഇസ്തിഗ്ഫാറും ചൊല്ലൽ. പ്രത്യേകമായിട്ട് ഈ ഒരു ചൂട് ടൈമിൽ തന്നെയില്ലാണ്ട് ബേജാറിലുള്ള എനിക്കത്തെ എത്രയോ ഹാൽമാറുള്ള ഈ ചൂട് സഹിക്കുകാവാത്ത എനിക്കത്തൊരു അവസ്ഥ. അപ്പോൾ ഇസ്തിഗ്ഫാർ അതൊക്കെ ഏറ്റവും വലിയ പരിഹാരമായിട്ട് പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പാടി തന്നെ എനിക്കത്തെ ഒന്നും കൂടിയായിട്ട്. അപ്പോൾ ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് ചൊല്ല. രണ്ടാമതായിട്ട് ഖുർആൻ ധാരാളമായിട്ട് ഓതാ. സൂറത്തുൽ ഫജ്ർ മിസ്സാക്കോ തീര, യാസീൻ സൂറത്ത് ഓതാ, ഇഖ്ലാസ് സൂറത്ത്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് കുറോടിയും ചൊന്നെങ്കിൽ ഒരു 100 വട്ടെങ്കിലും 54 സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ ഓതണോ, ആയത്തുൽ കുർസി ഓതണോ. അങ്ങനെ ഖുർആൻ ധാരാളമായിട്ട് ഓതാ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ഒരു ദിക്ർ കുറഞ്ഞതൊരു 100 വട്ടെങ്കിലും ചൊല്ല. എല്ലാ ബേജാർക്കും വലിയ പരിഹാരമായിട്ട് വലിയ പ്രതിഫലമായിട്ട് പടച്ച റബ്ബ് വലിയ ഇഷ്ടമുള്ള എനിക്കത്തെ ഒരു ദിക്റും കൂടിയായിട്ട്. അതേപോലെ കടലിലെ ആ ഒരു സെരൽ പണ്ട് എനിക്കത്തെ നൊരയുണ്ട അതിൽ ആ നൊരടാണ്ടിയാറ് ദോഷങ്ങൾ എന്തെങ്കിലും പൊറുക്കപ്പെട്ട് എനിക്കത്തൊരു ദിക്റുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ദിക്ർ 100 വട്ടെങ്കിലും കുറഞ്ഞതായിട്ട് നിങ്ങൾ ചൊല്ലണം. അതേപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ഒരു ദിക്ർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ യാറെ ചൊല്ലണം പഠിപ്പാടിയതായിട്ട് ഒരു 100 വട്ടെങ്കിലും ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലണം. അതേപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ഒരു ദിക്ർ ധാരാളമായിട്ട് നിങ്ങൾക്ക് ചൊല്ലാം. അതേപോലെ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ഒരു ദിക്ർ ഒരു 100 വട്ടം ചൊല്ലാം. അതേപോലെ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ 6 ദുആർക്ക. റബ്ബന ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ദുആം 6 നിങ്ങൾ ദുആർക്ക. ഇങ്ങനെ ഈ അണ്ടത്തെ നാളെ നിങ്ങൾക്ക് എന്തെല്ലാം സാധ്യമാവിടെ ധാരാളമായിട്ട് ദിക്റും അതേപോലെ നിങ്ങൾക്ക് ഗൊന്തുള്ള എനിക്കത്തെ സ്വലാത്തും കൊണ്ടല്ലേ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ല. മെൻസസുള്ള എനിക്കത്തെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് കൊടുത്തോളം അങ്ങ് ഖുർആൻ ഓതര വേണ്ട. ഈ ചൊന്ന ദിക്റുകളിൽ 6 അണ്ടത്തെ നാല് ചൊന്നേനെങ്കിൽ വലിയ പ്രതിഫലം അങ്കും കൂടിയായിട്ട് കിട്ടത്. അപ്പോൾ ഈ വിഷയമുള്ള പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അതേപോലെ അണ്ടത്തെ നാല് ധാരാളമായിട്ട് സ്വതക്ക കൊടുക്കുക. സ്വതക്കത്തേക്ക് വലിയ ഒരു മഹത്വവും പ്രതിഫലവുമായിട്ട് അണ്ടത്തെ നാലുള്ളിൽ. അപ്പോൾ ഈ വിഷയമെല്ലാം നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കുക. പഠിച്ചോൻ തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല അണ്ടത്തെ നാല് നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ദ്വാർക്കൊണ്ടോട്ട് വസിയ്യത്താക്കിക്കൊണ്ടുള്ള പടച്ച റബ്ബ് ധാരാളമായിട്ട് ഇബാദത്തെടുക്കൂല്ലേ. വലിയ തൗഫീഖ് അല്ലാഹു നിങ്ങൾക്ക് തരട്ടെ. അറഫ നാല് എല്ലാ ബഹുമാനം എല്ലാ ശ്രേഷ്ഠതയും പ്രതിഫലം റബ്ബ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.